വധു ഡോക്ടറാണ് എന്ന കെ ഹരിദാസ് ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാനുള്ള ഓഫർ വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ശ്രീനേട്ടൻ എഴുതാമെന്ന് സമ്മതിച്ചു. ശ്രീനേട്ടൻ എഴുതാമെന്ന് സമ്മതിച്ചെങ്കിലും ഈ ഒരു കഥ കണ്ടെത്തുന്നതിന് അദ്ദേഹത്തോടൊപ്പം റെഡിമെയ്ഡ് കഥകളൊന്നുമില്ല. അപ്പം അദ്ദേഹം പിന്നീട് അഭിനയിക്കാൻ പോകുന്ന ലൊക്കേഷനുകളിൽ ഞാൻ പോവും. അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഒരു മുറിയെടുക്കും. അദ്ദേഹം ഷൂട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന ഇടവേളകളിൽ അദ്ദേഹമായിട്ട് സംസാരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോവും. അവിടുത്തെ ഇടവേളകളിൽ ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ ആണ് ഡിസ്കഷൻ്റെ ഒരു രീതി. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ആ പടത്തിൻ്റെ തിരക്കഥയിലൊക്കെ ഇൻവോൾവ് ആവേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എൻ്റെ പരിപാടി നടക്കാതെ ഞാൻ തിരിച്ചു വരും. അങ്ങനെ ഏതാണ്ട് 2 വർഷത്തോളം ഇങ്ങനെ തുടർച്ചയായിട്ട് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയും അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലുകളിൽ പോയി താമസിക്കുകയും ചിലപ്പോൾ ഒറ്റപ്പാലത്ത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം വന്ന് താമസിക്കുകയും അദ്ദേഹവും പടത്തിൻ്റെ പ്രൊഡ്യൂസറായ അലക്സും വന്ന് താമസിക്കുകയും ഞങ്ങൾ ഡിസ്കഷൻ നടത്തുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു കഥയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിന് അടുത്തത് അദ്ദേഹം എഴുതാൻ പോകുന്നത് എൻ്റെ സിനിമയാണെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. അതിനിടയിൽ ഞാനും അസോസിയേറ്റായിട്ട് മറ്റു പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന് പറയുന്നൊരു സിനിമ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ എഡിറ്റിംഗ് മദ്രാസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൽവിൻ ആൻ്റണി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വരുന്നു. അദ്ദേഹം അന്ന് സ്റ്റാർ പ്ലസ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല ആ സമയത്ത് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്, പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയൻ എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടർ. അദ്ദേഹം മുമ്പ് വേറെ 1-2 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീമിൽ അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്. ശ്രീനിവാസനാണ് തിരക്കഥ. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു ലാൽ ജോസിനെ അസോസിയേറ്റായിട്ട് വിളിക്കണം. അങ്ങനെ എന്നെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര നിരാശയുണ്ടായി. കാരണം എൻ്റെ പടമാണ് ശരിക്കും അടുത്ത അദ്ദേഹം എഴുതാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ ചെയ്യാതെ വിനയൻ എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറല്ല, അതിന് മുമ്പ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സിനിമ എഴുതാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയുണ്ടായി. അപ്പം ഞാൻ അന്ന് രാത്രി ശ്രീനേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു നല്ല ആളാണ്, നമ്മുടെ പടം ഇപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പടം കഴിഞ്ഞ് വേറെ ഒന്നും കമ്മിറ്റ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ എഴുത്തിന് തുടങ്ങുകയാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞ് എൻ്റെ ഒരു നിരാശ ഞാൻ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഇത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. മുകേഷാണ് നായകൻ. മുകേഷ് ഏട്ടന് ഇപ്പോൾ ഒരു കൊള്ളാവുന്ന സിനിമ ആവശ്യമുണ്ട്. അപ്പോൾ മുകേഷ് വന്നതാണ്. അപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരുടെ കയ്യിൽ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്ത് അതിനെ ഒന്നൊരു പ്രൊഫഷണൽ ടച്ച് കൊടുക്കുകയേ വേണ്ടൂ. നമ്മളിപ്പം നീയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനിടയിൽ നമ്മുടെ സിനിമയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അവരുടെ ഒരു ബേസിക് സാധനമുണ്ട്, അത് വെച്ചിട്ട് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ മദ്രാസിൽ നിന്ന് എറണാകുളത്തേക്ക് ഈ സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് ഇപ്പം എന്നോട് പറഞ്ഞു, നീ 2 ദിവസം മുമ്പ് പോയിട്ട് സ്ക്രിപ്റ്റൊക്കെ വായിക്ക്, അതിൽ തോന്നുന്ന പ്രശ്നങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കി, നമ്മൾ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ 2 ദിവസം 3 ദിവസം മുമ്പ് എറണാകുളത്ത് വരികയും ഈ പടത്തിൻ്റെ ഡയറക്ടർ വിനയനെ പോയി കാണുകയും അദ്ദേഹം അപ്പോൾ സ്ക്രിപ്റ്റ് റെഡിയാണ്, വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ചാർട്ടിംഗ് ഒക്കെ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എനിക്ക് തന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് തന്നെ ഒരു 3 സ്ക്രിപ്റ്റിൻ്റെ അത്രയും വലുപ്പമുണ്ട്. ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അത് ഒരു കാരണവശാലും ആ രൂപത്തിലൊരു സിനിമയാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. മുകേഷുണ്ട്, വിജയരാഘവനുണ്ട്, വാണി വിശ്വനാഥ് നായികയായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഫൈനലൈസ്ഡ് ആണ്. ഒരാശ്വാസം, ക്യാമറാമാൻ വേണു സാറാണ് ക്യാമറാമാനായിട്ട് വരുന്നത്. അതും മുകേഷിൻ്റെയും ശ്രീനേട്ടൻ്റെയും നിർബന്ധത്തിനാണ്. വേണുചേട്ടൻ ക്യാമറ ചെയ്യുന്നതും ഞാൻ അസോസിയേറ്റായിട്ട് വരും. ഇതൊക്കെ ഇവരുടെ പ്ലാനാണ്. അങ്ങനെ ആ സ്ക്രിപ്റ്റ് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അടുത്ത ദിവസം ശ്രീനേട്ടൻ വരികയാണ്. ശ്രീനേട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ റിസീവ് ചെയ്യാൻ ഞാൻ പോയി. റിസീവ് ചെയ്ത് എന്നെ കണ്ടോണ്ട് വെച്ചു, സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയ മാതിരി ഇരിക്കുകയാണ്. കാരണം ആ സ്ക്രിപ്റ്റ്
ഒരിക്കലും സിനിമയാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പുതുതായിട്ട് കഥ ഉണ്ടാക്കി അതാത് ദിവസം എഴുതി സീൻസ് എഴുതിയിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞാൻ ആശങ്ക അദ്ദേഹത്തിനെ അറിയിച്ചു പ്രശ്നമാണെന്നാണ്. പക്ഷേ ഞാനൊന്ന് വായിക്കട്ടെ എന്നാണ്. വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞത് ശരിവെച്ചു. പിന്നെ ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് ഡെയിലി ശ്രീനേട്ടനും ഞാനും വേണുചേട്ടനും മുകേഷ് ചേട്ടനും വിനയൻ ഡയറക്ടർ വിനയനും ആയിട്ടിരിക്കും. ഇതിൻ്റെ ഇന്ന സാധനങ്ങൾ വേണ്ട, ഇത് വേണ്ട. അപ്പോൾ അതിൽ ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് വേറെ വേറെ സീനുകൾ ചെയ്യുക. അങ്ങനെ കുറച്ച് ദിവസം ഷൂട്ടിംഗ് പോയി. പക്ഷേ ഒരു ഇൻ്റർവെല്ല് ആവുന്നത് വരെയുള്ള ഒരു ഐഡിയ ആയിട്ടുള്ളൂ. ഇൻ്റർവെല്ലിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഇൻ്റർവെല്ലിന് ശേഷം എന്താണ് കഥ എന്നറിയില്ല. കഥയില്ല ഇൻ്റർവെല്ലിന് ശേഷം. അങ്ങനെ ഒരു ദിവസം ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഷൂട്ടിംഗ് നിർത്തിവെച്ചിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെ ഒരു ഹോട്ടലിലേക്ക് മാറി. അവിടെ ഈ വേണുചേട്ടനും ഞാനും മുകേഷ് ചേട്ടനും ശ്രീനേട്ടനും വിനയനും എല്ലാം വന്ന് ഉള്ള ഡിസ്കഷനാണ്. ആ ഒരു ദിവസം കൊണ്ടുണ്ടായ വൺ ലൈൻ വെച്ചിട്ടാണ് പിന്നെ ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷൂട്ടിംഗ് അഭ്യാസം ഇത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ആക്ട്രസ് സരിത, അന്ന് അവർ മുകേഷ് ചേട്ടൻ്റെ ഭാര്യയാണ്, അപ്പോൾ അവർ സെറ്റിൽ വന്നു. അങ്ങനെ അന്ന് എന്നെ മുകേഷ് ചേട്ടൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഇത് ലാലുവിനുള്ള ഒരു സമ്മാനമാണ് എന്ന് പറഞ്ഞു. ഞാനത് തുറന്നു നോക്കുമ്പോൾ അതൊരു വാച്ചാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് ഈ ഷൂട്ടിങ്ങിന് വരുന്നതിന് മുമ്പ് സ്ട്രാപ്പ് പൊട്ടിയിട്ട് പിന്നെ അത് മാറ്റാനൊന്നും സമയം കിട്ടാതെ അത് പെട്ടി കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഒരു വാച്ച് ഇല്ലാതെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് മുകേഷ് ചേട്ടൻ നോട്ടീസ് ചെയ്യുകയും എനിക്കൊരു വാച്ച് സമ്മാനിക്കുകയും ചെയ്തു. എനിക്കത് രണ്ട് തരത്തിലാണ് എന്നെ ടച്ച് ചെയ്തത്. ഒന്ന്, ആദ്യമായിട്ട് സിനിമയിൽ നിന്ന് ഒരാൾ, ഒരു അറിയപ്പെടുന്ന നടൻ എനിക്കൊരു സമ്മാനം തന്നു. അതെനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വാച്ചാണ്. അത് ഞാൻ എപ്പോഴും ഓർക്കും. എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ സമ്മാനമായിട്ട് ഞാനതെന്നും ഓർക്കും.